ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഏതായാലും ചെന്നിരുന്നപ്പോൾ നമുക്ക് കിട്ടിയത് വെജ് പുലാവാണ്. രാവിലെ അതിനോട് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും കിട്ടിയതാട്ടെന്ന് കയറി നമ്മൾ കഴിക്കുകയാണ്. ഇന്നലെ രാത്രി ഒത്തിരി അലിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേയിന് നമുക്ക് കിട്ടിയത്. നമ്മളങ്ങനെ ചിക്മംഗ്ലൂരിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ജോഗ് ഫാൾസിലേക്ക് കയറി ഇനി നമ്മൾ ഗോവയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഗോകർണയ്ക്കടുത്ത് മറ്റൊരു സ്പോട്ടിൽ പോകാൻ കേട്ടോ, യാന കേവ്സ് എന്നൊരു സ്ഥലം. അപ്പോൾ നമ്മുടെ ബൈക്ക് യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഓരോരോ ഭാഗങ്ങളായിട്ട് മുൻപ് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട. ഇനി നമുക്ക് യാന കേവ്സിൻ്റെ വിശേഷങ്ങൾ പറയാം. കർണാടകയിൽ ഉത്തര കന്നഡ ജില്ലയിൽ ഗോകർണയ്ക്കടുത്ത് സിർസി കുംത റൂട്ടിലാണ് യാന കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഏരിയയാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് ജനവാസ മേഖലകളും കണ്ടിട്ടു. അവിടെയൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രതീതി പോലെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. നമ്മൾ ഏതായാലും വന്നപ്പോൾ തന്നെ ഒരു ജൽജീര വാങ്ങിച്ച് കുടിച്ചേക്കാമെന്ന് കരുതി. കാരണം ഇനി അങ്ങോട്ട് ട്രക്കിംഗ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ കർണാടകയിലുടനീളമുള്ള യാത്രയിൽ ഞാൻ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ജൽജീരയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ട്രക്കിംഗ് തുടങ്ങുകയാണ്. 2 കിലോമീറ്ററിലധികം കാട്ടിലൂടെ നടക്കാനുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ തുടങ്ങി നമ്മുടെ യാത്രകൾ. സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ വലിയ വലിയ പാറകളൊക്കെ കാണുന്നത് കേട്ടോ. 2 കിലോമീറ്റർ പെട്ടെന്ന് എത്തുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ നടന്നിട്ടും എത്താത്തൊരവസ്ഥയാണ്. പിന്നെ അതിരാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഒത്തിരി വെയിലൊന്നുമില്ല. എങ്കിലും നമുക്കങ്ങോട്ട് നടന്നിട്ട് മുന്നോട്ട് എത്തുന്നില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഏതായാലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വഴിയിലുടനീളം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അരുവികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സൈലൻ്റ് ആണെന്ന് പറഞ്ഞാലും ഇവിടെ കുറേ ജീവികളുടെ സൗണ്ടുകളും ഇങ്ങനെ അരുവിയുടെ ശബ്ദമൊക്കെ ആയിക്കൊണ്ട് മറ്റൊരു സൗണ്ടും പ്രതീതിയൊക്കെയാണ് ഇട്ടുള്ളത്. പോകുന്ന വഴിയിലൊക്കെ നല്ല വെറൈറ്റി പൂക്കളും പിന്നെ നല്ല ഉയരം കൂടിയ മരങ്ങളും കുറേ അരുവികളും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലൂടെയുള്ള നമ്മുടെ യാത്രയിലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു ബോർഡ് ഇങ്ങനെ എന്തെങ്കിലും സൂചിപ്പിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കന്നഡ ഭാഷയിലായിരിക്കും കേട്ടോ. ഇംഗ്ലീഷിൽ ഒരെണ്ണം പോലും വെക്കത്തില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇതെന്താ സംഗതി എന്ന് മനസ്സിലാവില്ല. വല്ല ചിത്രങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ കാട്ടിലോട്ട് 2 കിലോമീറ്റർ അധികം നടന്നു. ഇനി അങ്ങോട്ടൊരു 350ഓളം സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറാനുണ്ട്. കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ മുതൽ നമുക്ക് ഏതെങ്കിലും പാറക്കെട്ടുകൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പോയ ആരൊക്കെ കുറച്ച് പേര് ഏതായാലും തിരിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പുകൾ കയറുന്നതാണെങ്കിലും കുറച്ച് പാടൊക്കെ തന്നെയാണ്. പിന്നെ കുറേ കൂടെ മുകളിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ മറ്റൊരു പാറക്കെട്ട് കണ്ടത്. അങ്ങനെ ഇവിടെ മെയിനായിട്ടും 2 പാറക്കെട്ടുകളാണുള്ളത്. ആദ്യം കണ്ടത് മോഹിനി ശിഖിര, രണ്ടാമത്തത് ഭൈരവേശ്വര ശിഖിരയാണ്. ഈ ഭൈരവേശ്വര ശിഖരയുടെ അടിയിലാണ് ഒരു സ്വയംഭൂ ശിവക്ഷേത്രം ഉള്ളത് കേട്ടോ. അവിടെ ഇങ്ങനെ ജലധാര കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ ചെരുപ്പ് ഊരി കൊടുത്തു. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴൊന്നും നമുക്ക് ചെരുപ്പിടാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെ ഫോട്ടോ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ ഉള്ളിൽ. അങ്ങനെ വലിയൊരു ശിവലിംഗം ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു തൊഴുതു. അതിനുശേഷം ഇവിടെ വന്നൊരു ചെറിയ ടിക്കറ്റ് എടുത്ത് നമ്മളിനി ഇവിടെ നിന്നും ഈ ഒരു വലിയ ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ഈ ഭൈരവേശ്വര ശിഖര എന്ന് പറയുന്നത് 120 മീറ്റർ ഉയരമുള്ള ഒരു കറുത്ത കസ്താർ പാറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പുകൾ കയറി ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് പടിക്കെട്ടുകൾ കയറിയിട്ടാണ് നമ്മൾ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴും വലിയ മരങ്ങളും അതിലും വലിയ കൂറ്റൻ രീതിയിലുള്ള ഒരു ഗുഹയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗുഹയ്ക്ക് പുരാണമായിട്ടും ഒരു ചെറിയ ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഭസ്മാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരന് ശിവൻ ഒരു അനുഗ്രഹം കൊടുക്കുകയുണ്ടായി. അതായത് തലയിൽ ആര് കൈ വെച്ചാലും ചുട്ടെരിഞ്ഞു പോകുന്നുള്ളത്. ഭസ്മാസുരൻ ഉടനെ അത് ശിവനെ കൊണ്ട് തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ മോഹിനി രൂപത്തിൽ വന്നിട്ട് വഞ്ചിച്ചിട്ട് ഭസ്മാസുരൻ്റെ കൈ തന്നെ സ്വന്തം തലയിൽ വെപ്പിച്ച് അങ്ങനെ ഭസ്മാസുരൻ ചുട്ടെരിഞ്ഞു പോയി. ആ ഒരു പൊടികളൊക്കെ വീണ ആ ഒരു സ്ഥലമാണ് ഈ പാറക്കെട്ട് എന്ന് പറയുന്നതാണ് കേട്ടോ പുരാണങ്ങളിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ ഏതായാലും ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. അപ്പോൾ വലിയ ഗുഹയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയ മുകളിലേക്കൊക്കെ ചെറിയ പൊത്തുകൾ പോലെ കാണാം. അപ്പോൾ ആ ഗ്യാപ്പിലൂടെയൊക്കെ സൂര്യപ്രകാശം ഭീമായിട്ട് ഉള്ളിലേക്ക് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ നല്ല തണുപ്പാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് വെള്ളം അവിടെ നിന്നൊക്കെ ഉറ്റി വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടക്കാനുള്ള പാതയിലൊക്കെ തന്നെ ചാക്ക് കൊണ്ടുള്ള മാറ്റ് വിരിച്ചതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ നല്ല സുഖമാണ്. ഇതിനുള്ളിൽ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. പ്രത്യേകിച്ച് വവ്വാലിൻ്റെ ഒക്കെ കൂടെ സ്മെല്ല് വന്നിട്ട് അതൊരു വേറൊരു സ്മെല്ല് തന്നെയാണ്. പക്ഷേ നല്ല സുഖമാണ്, നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ഇതിനുള്ളിലുള്ളത്. രാവിലെ ആണെങ്കിലും കുറച്ചൊക്കെ തിരക്ക് നമ്മൾ വന്ന സമയമായപ്പോഴത്തേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ഗുഹയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം വിചാരിക്കുന്നുള്ളൂ, പ്രകൃതി എന്ത് തരത്തിലുള്ള അത്ഭുതങ്ങളാണല്ലേ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടിട്ടോ. നമുക്ക് ഇവിടെ പാറക്കെട്ടിൽ കയറാൻ പറ്റും, മറ്റേ പാറക്കെട്ടിൽ നമുക്ക് കയറാൻ സാധിക്കില്ല കേട്ടോ. ഈ പരിസരത്തൊക്കെ തന്നെ ധാരാളം കുരങ്ങന്മാരുണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങി താഴേക്ക് നടന്നു പോവുകയാണ്. കാരണം നമുക്ക് ഇനിയും മുന്നോട്ട് കുറേ പോകാനുണ്ട്. ഇനിയുള്ള നമ്മുടെ യാത്ര നേരെ ഗോവയിലേക്കാണ് കേട്ടോ. ഇനി ഇടയ്ക്ക് വലിയ സ്പോട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഗോകർണയിൽ വരുന്നവർ എന്തായാലും അതിനടുത്തുള്ള ഈ ഒരു സ്പോട്ടും കൂടെ വന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ബൈക്കിരുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. അത് ഞാൻ ചുമ്മാ ക്യാമറയിൽ നിന്ന് പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ യാന കേവ്സിൽ നിന്നും ഇനി നേരെ പോകുന്നത് ഗോവയിലേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് യാത്രയിൽ കൂടെ കൂടാൻ മറക്കല്ലേ. ബൈ.